ഹലോ എവ്രി വൺ, ബീംസ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ അമീൻ ഭീമ, കണ്ണൂരിൽ നിന്നും, കറന്റ് ഇൻ ആലൈൻ. വളരെ ഉപകാരപ്രദമായ ഇൻഫർമേഷൻ, മോട്ടിവേഷൻ, ലൈഫ് ഹാക്സ് ആൻഡ് എന്റർടൈൻമെന്റ് വീഡിയോസുകൾക്കായി ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ദി വേൾഡ് ടുഗദർ. വൺസ് അഗൈൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന കാര്യം UAE ലൈസൻസ് ഇല്ലാതെ എങ്ങനെ UAEയിൽ വാഹനം ഓടിക്കാം എന്നുള്ള കാര്യമാണ്. ആദ്യം തന്നെ പറയട്ടെ, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക എന്നുള്ളത് UAE എന്നുള്ള ഏതൊരു രാജ്യത്തും കുറ്റകരമാണ്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ കരസ്ഥമാക്കാം എന്നുള്ളതും അതുപയോഗിച്ച് UAEയിൽ എങ്ങനെ വാഹനം ഓടിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്ന ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് അഥവാ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആർക്ക്, എപ്പോൾ? വാലിഡ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു ഇന്ത്യൻ പൗരനാണ് നിങ്ങളെങ്കിൽ, വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ പോയി അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷനിൽ IDP സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈനായി ഫില്ല് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത ഈ ഒരു ആപ്ലിക്കേഷന്റെ കൂടെ ഒരു ഐ സ്പെഷ്യലിസ്റ്റിന്റെ അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് കൂടി നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു സർട്ടിഫിക്കറ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ പേയ്മെന്റ് വഴി ഫീസ് അടച്ചതിന് ശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ്സുമായി RTO ഓഫീസിൽ നേരിട്ട് ഹാജരാവുക എന്നതാണ് ഇതിലെ അവസാനത്തെ പ്രൊസീജിയർ. ഇവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ വിവരിക്കാം. 1, നിങ്ങളുടെ വാലിഡ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ്. 2, നിങ്ങൾ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തിന്റെ ടൂറിസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റ് വിസ. 3, നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്. 4, IDP ആപ്ലിക്കേഷൻ. 5, അറ്റസ്റ്റഡ് ഐ സർട്ടിഫിക്കറ്റ്. പ്രോപ്പർ ആയിട്ടുള്ള ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റു സാങ്കേതിക തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ IDP ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ ലഭിക്കുന്ന ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന്റെ കാലാവധി 1 വർഷമാണ്. UAEയിലെ റോഡ് നിയമങ്ങളെ കുറിച്ച് നല്ല ബോധവാന്മാരാണെങ്കിൽ UAEയിലേക്ക് വിസിറ്റ് വിസയിൽ വരുന്ന എല്ലാ കൂട്ടുകാർക്കും ഇത് വളരെ ഉപകാരപ്രദമാണ്. നിങ്ങൾക്ക് UAEയിലെ എല്ലാ റെന്റ് കാർ ഹബിൽ നിന്നും കാറ് വാടകയ്ക്ക് ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ UAEയിൽ വിസിറ്റ് വിസയിലാണെങ്കിൽ മാത്രമാണ് ഈ ലൈസൻസ് വെച്ച് നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കഴിയുന്നത്. നിങ്ങൾക്കൊരു ജോലി കിട്ടി എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ റെസിഡൻസ് വിസയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് നിയമവിരുദ്ധമാണ്. എന്നാൽ UAE ലൈസൻസിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു എക്സ്പീരിയൻസ് ഉപകാരപ്രദമായേക്കാം. പ്രിയ കൂട്ടുകാരെ, ഇതാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് IDP. 2016 നവംബർ 16 കണ്ണൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും എൻ്റെ പേരിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡ്രൈവിംഗ് പെർമിറ്റാണിത്. UAEയിൽ വിസിറ്റ് വിസയിൽ വന്ന സമയത്ത് ഈ ലൈസൻസ് ഉപയോഗിച്ച് വളരെ ഈസിയായി ഒരു കാർ റെന്റിന് കിട്ടിയിരുന്നെങ്കിലും റോഡ് നിയമങ്ങളെക്കുറിച്ച് റിലേറ്റീവ്സിന്റെ കാര്യക്ഷമമായ ട്രെയിനിങ്ങിന് ശേഷം മാത്രമാണ് കാർ ഡ്രൈവ് ചെയ്യാൻ സാധിച്ചത്. സോ ആ കാര്യം കൂട്ടുകാർ മറക്കാതിരിക്കണം. ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. IDPയുടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. ഇത്തരം വളരെ ഉപകാരപ്രദമായ ഇൻഫർമേഷൻ വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാം. ബൈ.